എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ നിങ്ങൾ മറന്നു പോകരുത്. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു തരികയാ, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒരു നിമിഷം പോലും മറക്കരുത്. അതിലെ ഒന്നാമത്തെ കാര്യം എന്താ? അല്ലാഹുവിനെ നീ എപ്പോഴും ഓർക്കണേ. അത് നിസ്കരിക്കുമ്പോഴാകട്ടെ, അത് ഖുർആൻ ഓതുമ്പോഴാകട്ടെ, അത് കള്ളു കുടിക്കുന്ന സമയത്താകട്ടെ, അത് വ്യഭിചരിക്കുന്ന സമയത്താകട്ടെ, അത് ഫോൺ വിളിക്കുന്ന സമയത്താകട്ടെ, ഏത് പാപം ചെയ്യുന്ന സമയത്താണെങ്കിലും, എടാ ചെറുപ്പക്കാരാ, സുന്ദരിയായ പെണ്ണ് നിന്നെ വ്യഭിചരിക്കാൻ വിളിക്കുന്ന സമയത്ത് അല്ലാഹുവിനെ നിനക്ക് ഓർമ്മ വരണമടാ. ഗൾഫിൽ കിടക്കുന്ന ഭർത്താവിനെ ചതിക്കുമ്പോ, കാമുകൻ നഗ്നചിത്രം ചോദിക്കുമ്പോ അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. എന്ത് ചെയ്യുമ്പോഴും നീ ചിന്തിച്ചോ, അല്ലാഹു ഹാദിരി, അല്ലാഹു ഹാദിറാണ്, അല്ലാഹു കാണുന്നുണ്ട്, അല്ലാഹു സാക്ഷിയാണ്. പടച്ചവരെ, അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, മോളെ, മരണത്തിന്റെ അടയാളങ്ങൾ വന്നു കഴിഞ്ഞോ. എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല, ഏത് രീതിയിലാണ് മരിക്കുന്നതെന്നറിയില്ല. ഈമാനുള്ള മരണം വേണോ പെങ്ങളെ? അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കൂ. പടച്ചവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്. അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കാൻ പരിശ്രമിക്കൂ. എന്റെ പ്രിയമുള്ള സഹോദരാ, ഒരു നിമിഷം പോലും നീ അല്ലാഹുവിനെ മറക്കല്ലേ എന്ന് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ നോക്കിക്കൊള്ളണം, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. എല്ലാം അല്ലാഹ് കാണുന്നുണ്ട്. റബ്ബ് സാക്ഷിയാണ്. അല്ലാഹ് കാണുന്നുണ്ട്. നാളെ അല്ലാഹു നിന്നോട് ചോദിക്കും, എന്നോടും ചോദിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്വന്തം മകനെ നന്നാക്കുക. അപ്പൊ നിന്റെ മകനല്ലേ, നിന്റെ മകളല്ലേ, നിന്റെ ഭാര്യയല്ലേ, നീ അവരെ നന്നാക്കാൻ തുടക്ക്. അതെങ്ങനെ നന്നാക്കാൻ പറ്റുക? വാപ്പായ്ക്ക് തന്നിട്ട് ചങ്കൂറ്റത്തോടെ മോൻ്റെ അടുക്ക പോയിട്ടിടാ, പോയി നിസ്കരിക്കടാ എന്ന് പറയാൻ പറ്റൂല. കാരണം വാപ്പ പള്ളിയിൽ പോകാറില്ല. പിന്നെ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? വാപ്പ പള്ളിയിൽ പോയാലല്ലേ മോൻ കണ്ടുപഠിക്കുന്നത്. ഈ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ധൈര്യത്തിൽ പോയിട്ട് മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുമ്പോൾ തൻ്റെ മകളോട്, മോളെ എഴുന്നേറ്റ് നിസ്കരിക്ക്, ഖുർആനോത്, സലാത്ത് പറ, മഗ്രിബിന് ബാങ്ക് വിളിക്കാറായി, അല്ലെങ്കിൽ മഗ്രിബിന്റെ സമയം കഴിഞ്ഞു, മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിലുള്ള സമയം ദുആയിക്ക് ഇജാബത്തുള്ള സമയമാ, ഖുർആൻ ഓതേണ്ട സമയമാ, ദിക്റുകൾ പറയേണ്ട സമയമാ. ഇത് ഓതി എന്ന് പറയാൻ ഈ ഇരിക്കണ ഏത് ഉമ്മയ്ക്കാ യോഗ്യതയുള്ളത്? കാരണം മക്കൾ നോക്കുമ്പോൾ ഉമ്മ സീരിയലിൻ്റെ മുന്നിൽ ഇരുന്ന് കരയുക, ഉമ്മ സീരിയലിൻ്റെ TV-യുടെ മുന്നിൽ ഇരുന്നിട്ട് മോളോട് പറയുക, മോളെ നിസ്കരിക്കുന്നു, ഞാനിവിടെ പെറ്റി അടക്കാൻ, നീ പോയി നിസ്കരിച്ചോളാൻ. ഇതാ സിസ്റ്റം. എന്നാൽ ഏതാ ചെയ്യേണ്ടത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മയത് ചെയ്ത് കാണിക്കണം. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്ക്, നിങ്ങളുടെ ജീവിതം കണ്ട് നിങ്ങളുടെ മക്കൾ പഠിച്ചാൽ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ? നിന്റെ സ്വഭാവമാണ് നിന്റെ മകനെങ്കിൽ അവ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ? നിനക്ക് 101% അറിയാം ഓ നരകത്തിലേ പോകുന്നു. അപ്പം നിന്റെ സ്വഭാവമല്ലേ ആദ്യം നന്നാക്കേണ്ടത്? നിന്നെ കണ്ടല്ലേ നിന്റെ മക്കൾ പഠിക്കേണ്ടത്? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാതെ നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ട് വിളിച്ചു കൂവിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സൂറത്തുൽ ലുഖ്മാൻ എന്ന് പറയുന്ന അധ്യായം നിങ്ങൾ ഓരോരുത്തരും വായിച്ചു നോക്കുക. ഓരോ വാപ്പയും ഓരോ ഉമ്മയും വായിച്ചു നോക്കുക. ആ സൂറത്തുൽ ലുഖ്മാൻ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നുമകന് പറഞ്ഞു കൊടുക്കുന്ന മനോഹരമായ ഉപദേശങ്ങൾ കാണാം. ആ ഉപദേശങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറായാൽ അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാണ്. ആരാണ് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു എന്നറിയുമോ? സാധാരണ ഒരു മനുഷ്യനായിരുന്നില്ല. അല്ലാഹുവിന്റെ ഖുർആനിൽ പോലും അവിടുത്തെ പേര് പറയാനുള്ള കാരണം എന്തെന്നറിയുമോ? ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു 1000 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന മഹാനാ. 1000 വർഷക്കാലമാണ് ഈ ഭൂമിയിൽ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു ജീവിച്ചിരുന്നത്. 1000 കൊല്ലം ജീവിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്തു. 1-2 പ്രവാചകന്മാരല്ല.
4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത മഹാനാണ് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനവറുകളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കണം. ഒരിക്കൽ യാത്ര പോകുകയാണ്. ഒരിക്കൽ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഉമ്മാൻ്റെ അടുക്കൽ പോയിട്ട് ചോദിച്ചു, ഉമ്മ തിരിച്ചു വരുമ്പോൾ എൻ്റെ ഉമ്മായിക്ക് എന്താ കൊണ്ടുവരണ്ടേ? നല്ല മക്കൾ അങ്ങനെ ഇപ്പോഴും പെണ്ണ് കെട്ടി മക്കളായാലും വാപ്പായി ഉമ്മായി ഉണ്ടെങ്കിൽ കടയിൽ പോയാലും എവിടെ പോയാലും ഉമ്മാനോട് പോയി ചോദിക്കും. അള്ളാഹു നമ്മുടെ ഉമ്മമാർ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു തൻ്റെ മാതാവിൻ്റെ അടുക്കൽ പോയിട്ട് ചോദിച്ചു, ഉമ്മ ഞാനൊരു യാത്ര പോകുകയാ, തിരിച്ചു വരുമ്പോൾ എൻ്റെ ഉമ്മായിക്ക് എന്താ കൊണ്ടുവരണ്ടേ? അപ്പോൾ ഉമ്മ ഇങ്ങനെ മകനോട് പറഞ്ഞു, മോനെ തിരിച്ചു വരുമ്പോൾ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് വാരിയിട്ട് വാ, എനിക്ക് വേണ്ടതാ. സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് വാരിയിട്ട് വരാൻ മാതാവ് തൻ്റെ പൊന്നാര മകനോട് പറഞ്ഞു. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, സ്വർഗത്തിലെ മണ്ണാ വേണ്ടത്? അതേ മോനെ, അതിന് ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ ഒന്നും കാത്തിരിക്കണ്ട. ഞാൻ യാത്രയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്നത് വരെ എൻ്റെ ഉമ്മ കാത്തിരിക്കണ്ട. ഉമ്മയ്ക്ക് സ്വർഗത്തിലെ മണ്ണല്ലേ വേണ്ടത്? ഉമ്മാടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. തൻ്റെ മാതാവിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഉമ്മാടെ കാലിങ്ങനെ പിടിച്ചു പൊക്കി. ഉമ്മാടെ കാലിങ്ങനെ പിടിച്ചു പൊക്കിയിട്ട് ഉമ്മ ചവിട്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു പിടി മണ്ണ് വാരിയിട്ട് ഉമ്മാടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മ ഇതാ സ്വർഗത്തിലെ മണ്ണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ ലുഖ്മാൻ ആ ഉമ്മയുടെ കണ്ണ് നിറയുകയാണ്. തൻ്റെ പൊന്നാര മകൻ കാൽച്ചുവട്ടിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരിയിട്ട് മാതാവിൻ്റെ കയ്യിൽ പിടിച്ചു വെച്ച് കൊടുത്തിട്ട് ഇത് സ്വർഗത്തിൻ്റെ മണ്ണാണെന്ന് പറയുമ്പോൾ ഇതറിയാത്ത ഏതെങ്കിലും ഒരു മഖ്ലൂക്കുണ്ടോ ഈ കൂട്ടത്തിൽ? ഈ ഇരിക്കണ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം മാതാവിൻ്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത് എന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാവ് കൊണ്ട് പറയാനല്ലാതെ ഞാനോ നിങ്ങളോ ഉമ്മയോട് സ്നേഹമുണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. എന്നാൽ നമുക്ക് സ്നേഹമുണ്ടോ? ആ ഉമ്മയ്ക്ക് നൽകേണ്ട പരിഗണന നമ്മൾ നൽകാറുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇതൊക്കെ നിസ്സാരമായിട്ട് നമ്മൾ കാണാം. എന്തുകൊണ്ട് ഈ ചരിത്രം നിങ്ങൾ നോക്ക്. പ്രിയപ്പെട്ട മാതാവിനോട് പറഞ്ഞിട്ട് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു യാത്രയ്ക്ക് പോകുന്നത്. നമ്മളോ പെണ്ണുമ്പിള്ളയോട് പറഞ്ഞിട്ട് പോകും. ഉമ്മാനോട് പറയാറില്ല, ഭാര്യയോട് പറഞ്ഞിട്ട് പോകും. സത്യത്തിൽ നമ്മുടെ മാതാപിതാക്കൾ അവരാണല്ലോ, അവരുടെ പ്രാർത്ഥനയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും വലിയ ഒരു മാറ്റം വരുത്താൻ കാരണമായത്. ആ മാതാപിതാക്കളോട് കാണിക്കേണ്ട പരിഗണന നമ്മളിൽ പലരും കാണിക്കാറില്ല. പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ. ചില ഭർത്താക്കന്മാർ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പരലോകത്തിലെ ഏറ്റവും നശിച്ച 3 വിഭാഗമുണ്ട്. അള്ളാഹുവിൻ്റെ കോടതിയിലെ ഏറ്റവും നശിച്ച 3 വിഭാഗം. ആ 3 വിഭാഗത്തെ എണ്ണിപ്പറഞ്ഞപ്പോൾ അതിലെ ഒരു വിഭാഗം ചില ഭർത്താക്കന്മാരാ. എങ്ങനെയുള്ള ഭർത്താക്കന്മാർ? ഭാര്യയുടെ അടിമയായിട്ട് കഴിയുന്ന ഭർത്താക്കന്മാരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഭാര്യയുടെ അടിമയായി കഴിയുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. ഭാര്യയുടെ വാക്ക് മാത്രം കേൾക്കുന്ന ചില ഭർത്താക്കന്മാർ, അവരാണ് നാളെ പരലോകത്ത് നിന്നിരുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. മഹാനായ അൽഖമ ചരിത്രം കാണാം. മഹാനായ അൽഖമ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് സഹാബത്ത് കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയെ, അൽഖമയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയാൻ കഴിയുന്നില്ല. സഹാബിയാണ്. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന് ഷഹാദത്ത് കലിമ പറയാൻ കഴിയുന്നില്ല. പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നാവ് പൊങ്ങുന്നില്ല നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമത് ചോദിച്ചത് അൽഖമ നിസ്കരിക്കാറുണ്ടോന്നാ. അപ്പൊ സഹാബികൾ പറഞ്ഞു, നബിയെ 5 നേരവും നിസ്കരിക്കാറുണ്ട്. അപ്പൊ ചോദിച്ചു, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട് നബിയെ. എങ്ങനാ ഉമ്മായുമായിട്ട്? അപ്പൊ പറഞ്ഞു, നബിയെ, ഉമ്മയോ വല്ലാത്ത സ്നേഹമാ, ഉമ്മാനോട് വല്ലാത്ത സ്നേഹമാണ്, ഉമ്മാനെ പൊന്നുപോലെ നോക്കുന്ന മകനാ. പക്ഷെ ഉമ്മായിക്കൊരു പരാതിയുണ്ട്. ഉമ്മയ്ക്ക് ആകെയുള്ളത് ഒരേ ഒരു പരാതി മാത്രമേ ഉള്ളൂ. എന്താ പരാതി? എന്ത് കാര്യവും ആദ്യം ഭാര്യയോടെ പറയാറുള്ളൂ, ഉമ്മാനോട് പറയാറില്ല. ആകെയുള്ള ഒരു പരാതി ഉമ്മയോട് പറയാറില്ലെന്നല്ല, എന്ത് കാര്യമുണ്ടെങ്കിലും ആദ്യം ഭാര്യയോട് പറയും, പിന്നെ ഉമ്മാനോട് പറയാറുള്ളൂ. ഇത് കാരണം ഉമ്മയുടെ മനസ്സിലൊരു വല്ലാത്ത വേദനയുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മാനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഉമ്മാനെ കൊണ്ടുവന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മകന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നില്ല, ഒന്ന് പൊരുത്തപ്പെട്ടു കൊടുക്ക്. ഇല്ല നബിയെ, ഞാൻ അവനെ അത്രയും സ്നേഹിച്ചതാ, ഞാൻ അവനെ പൊന്നുപോലെ നോക്കിയതാ.
എന്നിട്ടും അവനൊരു പെണ്ണ് കെട്ടിക്കഴിഞ്ഞപ്പോൾ എന്നെക്കാലം സ്ഥാനം ഭാര്യയ്ക്കായിപ്പോയി. ഉമ്മാനെ തല്ലിയതിൻ്റെ പേരിലോ ഉമ്മയെ കണ്ണുനീര് കുടിപ്പിച്ചതിൻ്റെ പേരിലോ ഉമ്മാനെ പട്ടിണി കിട്ടതിൻ്റെ പേരിലല്ല, ഉമ്മയോടുള്ള സ്നേഹം കുറഞ്ഞുപോയി എന്ന് ഉമ്മയ്ക്കൊന്ന് തോന്നിയതിൻ്റെ പേരിൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ പറയാൻ നാവ് പൊങ്ങിയില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ആ ഉമ്മയുടെ പൊരുത്തം കിട്ടിയതിന് ശേഷമാണ് അവിടുത്തെ നാവ് പൊക്കി ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞത് എന്ന് ചരിത്രം പറയുകയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് 4000 പ്രവാചകന്മാരെ കണ്ട 1000 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു നമ്മളോട് പറഞ്ഞു തരികയാ, 2 കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർക്കണം. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു 4000 പ്രവാചകന്മാർക്ക് ഖിദ്മത്ത് ചെയ്ത മഹാനാണ്. ആ മഹാനാണ് നമ്മളോട് പറയുന്നത് 4 കാര്യങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാ. ആ 4 കാര്യങ്ങൾ, 2 കാര്യം നിങ്ങൾ ഒരു നിമിഷം പോലും മറക്കാൻ പാടില്ല. മരിക്കുന്ന സമയം വരെ, അസ്റായിലിനെ കണ്ടുമുട്ടുന്ന സമയം വരെ ഈ പറയുന്ന 2 കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകാതെ ഓർത്തുകൊണ്ട് നടക്കണം. എന്നിട്ട് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു പറയുകയാ, 2 കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ മറന്നു കളയണേ, നിങ്ങൾ ഓർക്കാൻ പാടില്ല. 2 കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ഓർക്കണം, 2 കാര്യങ്ങൾ നിങ്ങൾ മറന്നു കളയണമെന്ന് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്. എപ്പോഴും ഓർക്കേണ്ട 2 കാര്യങ്ങളിൽ ഒരു കാര്യം എന്തെന്നറിയുമോ? മഹാനായ ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ പറയുകയാ, നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട 1ാമത്തെ കാര്യം, ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബുണ്ടല്ലോ, നിനക്കൊരു റബ്ബുണ്ടെന്ന് നീ എപ്പോഴും ഓർക്കണേ എന്ന് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു നമുക്ക് പറഞ്ഞു തരുമ്പോ ഒരു നിമിഷം പോലും നമ്മൾ മറക്കാൻ പാടില്ലാത്ത കാര്യമാ. നമുക്കൊരു സൃഷ്ടാവുണ്ട്, നമുക്കൊരു റബ്ബുണ്ട്. ആ റബ്ബിന്റെ മുന്നിൽ നാളെ പോയി നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിനെ കുറിച്ചും അള്ളാഹു നമ്മളോട് ചോദിക്കുമല്ലോ. ആ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടവരാണെന്നുള്ള ഓർമ്മയുണ്ടല്ലോ. നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണേ എന്ന് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നമുക്ക് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നമ്മളിൽ എത്ര പേരാണ് അള്ളാഹുവിനെ ഓർക്കുന്നത്? അങ്ങനെ ഒരു ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ, എനിക്കോ നിങ്ങൾക്കോ അള്ളാഹുവിനെ ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ പോയി നിന്നിട്ട് അള്ളാഹു ജീവിതത്തിൽ ചെയ്തത് മുഴുവനും നമ്മളെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുമെന്നുള്ള ഒരു ബോധം എനിക്കോ നിങ്ങൾക്കോ ഉണ്ടായിരുന്നെങ്കിൽ, അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ, അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ അതാ വിജയത്തിലേക്ക് വായെന്ന് പറഞ്ഞ് പള്ളിയിൽ നിന്ന് വിളി കേൾക്കുമ്പോ എങ്ങനെയാ സഹോദരാ നിനക്ക് പള്ളിയിൽ കയറാതിരിക്കാൻ കഴിയുന്നത്? ആ അള്ളാഹനെ നിനക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ പള്ളിക്കകത്ത് നിസ്കരിക്കാൻ വെള്ളിയാഴ്ച മാത്രമല്ല ആള് കൂടുന്നത്. പള്ളികളിൽ ചെന്ന് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച വലിയ തിരക്കാ. ബാക്കിയുള്ള വക്കത്തുകൾക്കൊന്നും ഈ പള്ളിയിൽ വരുന്നവരെ പലരെയും കാണാറില്ല. എന്താ ആഴ്ചയിൽ ഒരു നേരം മാത്രം നിസ്കരിച്ചാൽ മതിയോ? എന്റെ ബാക്കിയുള്ളവർക്കൊന്നും നിസ്കാരം നിർബന്ധമില്ലേ? ജുമാ മാത്രം പള്ളി വരും, ബാക്കിയൊക്കെ ഇങ്ങനെ നടക്കാം. എടാ, അള്ളാഹിനെ കുറിച്ച് ഓർമ്മയുള്ള ഒരു മനുഷ്യന് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? എന്താ വെള്ളിയാഴ്ച നിസ്കാരത്തിന് മാത്രം പ്രത്യേകത? എന്താ ബാക്കി നിസ്കാരത്തിന് പ്രത്യേകത ഒന്നുമില്ല? സുബഹി, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ ഇല്ല. വെള്ളിയാഴ്ച 12:30 ആകുമ്പോൾ കുളിച്ചൊരുങ്ങി വരും, കയറിപ്പോകും, ഇത്ര തന്നെ. അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ, നിന്നെ പടച്ച ഒരു അള്ള നിനക്കുണ്ടല്ലോ. ആ അള്ളാഹുവിന്റെ മുന്നിൽ നീ പോയി നിൽക്കേണ്ടവനാണല്ലോ. അള്ളാഹു നിന്റെ അടുക്കൽ ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി ചോദിക്കുമല്ലോ. ഈ ബോധമുണ്ടെങ്കിൽ നിനക്ക് പള്ളി കയറാതിരിക്കാൻ പറ്റുമോ? നിനക്ക് ഖുർആൻ ഓതാനിരിക്കാൻ പറ്റുമോ? നിനക്ക് തോന്നിവാസം കാണിച്ച് നടക്കാൻ പറ്റുമോ? ഈ പെണ്ണുങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അള്ളാഹുവിന്റെ ഖുർആനും ദിക്റുകളും പറയേണ്ട സമയത്ത് സീരിയലും സിനിമയും കളിയും തമാശയുമായി എനിക്കും നിങ്ങൾക്കും ചിലവഴിക്കാൻ കഴിയുമോ? എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ നമ്മുടെ ഹൃദയത്തിൽ വേണം. ഒരു പേടി, ആ പേടി നമുക്കില്ല. നമുക്കെന്തേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അള്ളാഹു 1 വർഷമാകാറായി കൊറോണ എന്ന് പറയുന്ന ഒരു രോഗം തന്നു. മരുന്നുണ്ടോ? ഇല്ല. മരുന്നുണ്ടോ? ഇല്ല. പേടി അടുത്തുപോലും പോകുന്നില്ല, പള്ളിക്കകത്ത് കയറുന്നില്ല, ഭാര്യയ്ക്ക് പിടിച്ചാ ഭാര്യ പരിസരത്ത് പോലും കെറ്റുന്നില്ല. എന്നാലിച്ചു നോക്കിക്കേ, അള്ളാഹു ആരാ?
നമ്മളെ നന്നാക്കാൻ അള്ളാഹു തീരുമാനിച്ച പടച്ചവൻ നമ്മളെ നന്നാക്കും, നമ്മളെ പഠിപ്പിക്കും. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കും, റബ്ബിനോട് നന്ദികേട് കാണിക്കുമ്പോൾ അള്ളാഹു നമുക്ക് ശിക്ഷകൾ തന്നുകൊണ്ടിരിക്കുകയാ. എത്രയോ നാളായി വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ പള്ളിയുടെ മുന്നിൽ നിന്ന് ആൾക്കാർ പറഞ്ഞു, ഉസ്താദേ ഇവിടെയൊക്കെ പള്ളിയുടെ മുന്നിലൊക്കെ വെള്ളം കയറി. പഠിച്ചോ ഞാനോ നിങ്ങളോ? വെള്ളപ്പൊക്കമുണ്ടായി, കൊടുങ്കാറ്റടിച്ചു, സുനാമി വന്നു, നിപ വന്നു, ഇങ്ങനെ കൊറോണ വന്നു. ഇത് വന്നിട്ടും പഠിക്കണില്ല. ഇപ്പൊ പറയുന്നു കൊറോണയുടെ 70 ഇരട്ടി ശക്തിയുള്ളത് അടുത്ത വരുന്നെന്ന്. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ സഹോദരങ്ങളെ, എന്തുകൊണ്ട് അഹങ്കാരം കൂടി? അഹങ്കാരം കൂടി. ഒരു മാസ്ക് വിട്ടിട്ട് നീ ഇങ്ങനെ നടക്കുക, ഒരു മാസ്ക് വിട്ടിട്ട് നീ വിചാരിക്കുന്നത് ഈ മാസ്ക് കൊറോണയെ തടയൂന്ന. നിന്നെ തടയൂന്ന് ആരാ പറഞ്ഞത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ. ബോധം വേണം. അള്ളാഹുവിനെ പേടിക്ക്. രോഗത്തെയല്ല ഭയക്കേണ്ടത്, രോഗം തരുന്നവൻ അള്ളാഹുവാ. അള്ളാഹുവാണ് രോഗം തരുന്നവൻ. ഈ രോഗമെന്ന് മരിച്ചുപോയാൽ നിനക്ക് സ്വർഗം തരാമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. ഉമ്മയുടെ ഗർഭാശയത്തിൽ കടന്ന സമയത്ത് തന്നെ അള്ളാഹു എൻ്റെ മരണം എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ മരണം എപ്പോഴാണ്, ഏത് സമയത്താണ്, ഞാൻ എങ്ങനെയാ മരിക്കുന്നതെന്ന് എൻ്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്നു മാസങ്ങളായപ്പോൾ തന്നെ അള്ളാഹ് എഴുതി വെച്ചിരിക്കുക. ഞാൻ മാസ്ക് ഇട്ട് നടന്നിട്ട് കാര്യമുണ്ടോ? ഞാൻ പള്ളിക്കകത്ത് കയറാതിരുന്നിട്ട് കാര്യമുണ്ടോ? വരണമെന്ന് പറഞ്ഞാൽ വരും. അത് അള്ളാഹുവിൻ്റെ തീരുമാനം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ ഭയന്ന് കഴിഞ്ഞാൽ ഒരിക്കലും സുഖം നമുക്ക് വരില്ല. പള്ളിക്കകത്ത് കയറി 5 നേരം നിസ്കരിക്കാൻ വയ്യ, നിസ്കാരമില്ല. കച്ചവടവൻ കടയുമായിട്ട് പരക്കം പായ്യ. ജീവിക്കണം ഉസ്താദെ, മക്കൾ വളർന്നു ഉസ്താദെ, വീടില്ല ഉസ്താദെ, അതുപോലെ തന്നെ ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിന് കൊടുക്കണം ഉസ്താദെ. ഇതാ നിന്റെ ചിന്ത. എന്തിനാ കടന്ന് ഈ പരക്കം പായണേ? എന്തിനാ കടന്നിട്ട് എല്ലാവരും കടന്ന് നെട്ടോട്ടം ഓടുന്നത് കുടുംബത്തെ പോറ്റാൻ? എല്ലാവരും കിടന്നിട്ട് നെട്ടോട്ടം ഓടുന്നത് തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കാൻ. എന്നാൽ നിനക്കൊക്കെ ഈ നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, 5 നേരം അള്ളാഹുവിൻ്റെ പള്ളിക്കകത്ത് കയറി നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു തരുന്ന പ്രതിഫലം എന്താണെന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. എന്തേ ഖുർആൻ ഓതാത്തത്? എന്തേ ഖുർആൻ ഓതാത്തത്? നിനക്ക് തോന്നുന്ന സമയത്ത് നിസ്കരിക്കാനുള്ളതല്ല. നമസ്കരിക്കും മനുഷ്യ. ആ നമസ്കരിക്കുന്നവൻ അള്ളാഹു കൊടുക്കാമെന്ന് പറഞ്ഞ പ്രതിഫലം 2 പ്രതിഫലമാണ്. വ്യക്തമായിട്ട് സൂറത്തു ത്വാഹ അള്ളാഹുവിൻ്റെ ഖുർആൻ എടുത്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. അല്ലാഹ് പറയുകയാ, ആരെങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ, അല്ലാഹ് പറയുന്നു, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ, എടാ നിനക്കും നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറല്ല, ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നീ ചെയ്ത, ഒരു പള്ളിയുടെ മുന്നിലും നീ തെണ്ടാൻ പോണ്ട, ഒരു പണക്കാരൻ്റെ വീട്ടിലും യാചിക്കാൻ നീ പോകണ്ട, ഒരു കമ്മിറ്റി ഓഫീസിൻ്റെ ലെറ്റർ പേഡും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കണ്ട. നിന്റെ മക്കളെ കെട്ടിക്കണോ, നിനക്ക് വീട് വെക്കണോ, നിനക്ക് കഴിക്കാൻ ഭക്ഷണം വേണോ, മരിക്കുന്ന കാലം വരെ നീ ജോലിക്ക് പോയാലും പോയില്ലെങ്കിലും ഭക്ഷണം ഞാൻ തരാമെന്ന് ഈ ലോകം പടച്ച അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഒരേ ഒരു കാര്യം ചെയ്താൽ മതി, മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ മക്കൾക്കും ഭക്ഷണം അള്ളാഹു തരും. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യാന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കിക്കേ. ചെയ്യാൻ ആഗ്രഹമുള്ളവർ. ഇല്ല ഉസ്താദെ ഞാൻ കൈനീട്ടി ജീവിച്ചോളാം, അങ്ങനെയുള്ളവർ പൊക്കണ്ട. നാട്ടുകാരുടെ മുന്നിൽ തെണ്ടി ജീവിക്കാമെന്ന് കരുതുന്നവർ പൊക്കണ്ട. ഈ പറയുന്ന ഒരു കാര്യം ചെയ്യാൻ മനസ്സുള്ളവർ കൈപൊക്കിക്കേ. പൊക്കിയോ? അള്ളാഹുവെ പടച്ചവനെ, ആരെല്ലാം ഈ കൈ ഉയർത്തിയോ, മരിക്കുന്ന കാലം വരെ ഒരു മനുഷ്യൻ്റെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട ഗതികേട് ഈ കൈ പൊക്കിയവർക്ക് നീ കൊടുക്കല്ലേ അല്ലാഹ്. അള്ളാഹുവെ, ഈ ഉയർത്തിയ കൈകൊണ്ട് ഹൗദുൽ കൗസറിൽ നിന്ന് മുത്തുനബിയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിച്ചു കുടിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവെ, നന്മ തിന്മ എഴുതിയ കിതാബ് ഈ പൊക്കിയ കൈകൊണ്ട്, വലത് കൈകൊണ്ട് വാങ്ങാൻ നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ, മരിക്കുന്ന സമയം ഇതിൻ്റെ പ്രതിഫലം കണ്ടു മരിക്കാൻ നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കൈ പൊക്കാത്തവർ എന്തോ അവർ വിചാരിച്ചു ചിലപ്പോൾ ഉസ്താദ് പൈസ ചോദിക്കാൻ പോവായിരിക്കും, അതുകൊണ്ടാ പൊക്കാത്ത. പലർക്കും പേടി, ഇങ്ങനെ പിരിവ് തുടങ്ങാൻ പോവാടാ, വീടിൻ്റെ പ്രമാണമൊക്കെ ചോദിക്കും. പെണ്ണുങ്ങൾ വിചാരിക്കും ഉസ്താദ് സ്വർണം ചോദിക്കാൻ പോവാണ്, അതുകൊണ്ടാണ് കൈ പൊക്കാത്തത്. നീ അങ്ങനെ തന്നെ ഇരുന്നോ. അള്ളാഹു നിനക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു ഹിദായത്ത് നൽകുമാറാകട്ടെ. അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ അള്ളാഹ് പറയുന്നു, മരിക്കുന്ന കാലം വരെ നിനക്കും നിൻ്റെ കുടുംബത്തിനും കഴിക്കാനുള്ള ഭക്ഷണം അള്ളാഹു തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ചെയ്തൂടെ? പൈസ ഒന്നും വേണ്ട, എൻ്റെ ഒന്ന് 5 നയാ പൈസ അള്ളാഹ്ക്കും വേണ്ട, എനിക്കും വേണ്ട. ചെയ്തൂടെ? ഉറക്ക ഇൻഷാ അല്ലാഹ് പറ.
അള്ളാഹുവെ, ആരെല്ലാം ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്നു, ഈ പറയുന്ന ശബ്ദത്തിൽ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മരിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. ഇനിയൊരു ഇൻഷാ അല്ലാഹ് പറ. നിങ്ങൾ ഇത്തിരി സൗണ്ട് കുറച്ചിടാം മക്കളെ. ഇനിയൊരു ഇൻഷാ അല്ലാഹ് പറ. ഒന്നുകൂടെ. അപ്പൊ ഈ പറയുന്ന ഒരു കാര്യം ചെയ്യാൻ താല്പര്യമുള്ളവരെന്ന് കൈപൊക്കിക്കേ. ആ പൊക്കാത്തവനെ എനിക്ക് കാണേണ്ടത്. അവൻ തെണ്ടാൻ തീരുമാനിച്ചെന്ന് തോന്നുന്നു. നാട്ടുകാരുടെ മുന്നിൽ അരക്കയ്യന്മാരൊന്നും വേണ്ട, പൊക്കുന്നവർ നല്ല പോലെ പൊക്കിക്കോ. ആ പൊക്കാത്തവനെ ഒന്ന് നോക്കിക്കോ. ഓനെ ഇനി എവിടെയെങ്കിലും കാണാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് നോക്ക്. നിങ്ങൾ വിചാരിക്കും പള്ളിക്ക് 20 ലക്ഷം രൂപ കടമുണ്ടെന്ന്. അതല്ല, അള്ളാഹുടെ പള്ളിയുടെ കടം അള്ളാഹ് നോക്കിക്കൊള്ളും. ഒന്നുമില്ലാതെ കിടന്ന ഈ സ്ഥലത്ത് ഇത്രയും മനോഹരമായ ഒരു പള്ളി കൊണ്ടുവന്നത് അള്ളയല്ലേ മനുഷ്യ. ഇനിയുള്ള കടം അള്ളാഹ് നോക്കിക്കൊള്ളും. നീന്റെ പൈസ വേണ്ട. നീ പൈസ കൊടുക്കണമെന്ന് തീരുമാനിച്ചാലും അള്ളാഹ് എടുക്കത്തില്ല. അതിനും ഒരു യോഗം വേണം. കാരണം ഹറാമായ പൈസ അള്ളാഹ്ക്ക് വേണ്ട. പലിശക്കാരൻ്റെ പൈസ അള്ളാഹിന് വേണ്ട. ലോട്ടറി എടുക്കുന്നവൻ്റെ പൈസ, ലോൺ എടുക്കുന്നവൻ്റെ പൈസ, പണയം വെച്ചവരുടെ പൈസ അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹ്ക്ക് ഹലാല് മാത്രം മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മരിക്കുന്ന കാലം വരെ പട്ടിണിയില്ലാതിരിക്കണോ? മരിക്കുന്ന കാലം വരെ പട്ടിണിയില്ലാതെ കിടക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഒരുത്തന്റെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഭർത്താവിന് ജോലി ഉണ്ടാകാതിരിക്കട്ടെ, എന്തുമാകട്ടെ, മരിക്കുന്ന കാലം വരെ ഈ നാട്ടിലെ ഒരു വീടിന്റെ അകത്ത് പട്ടിണി ഉണ്ടാകില്ല. അത് ഏത് വീടെന്നറിയുമോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വഅ്മുറു അഹ്ലക ബിസ്സലാത്തി ഫസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ. ഞാനല്ല പറഞ്ഞത്, അല്ലാഹുവാ. സംശയമുണ്ടോ? കൈപൊക്കാൻ മടിച്ചവര്, എടാ നീ ഇന്ന് പോയിട്ട് പരിശുദ്ധമായ ഖുർആൻ എടുക്ക്. ആ ഖുർആനിൽ സൂറത്തു ത്വാഹ എന്ന് പറയുന്ന ഒരു അധ്യായം കാണാ. അതിന്റെ 132-ാമത്തെ ആയത്ത് അല്ലെങ്കിൽ 135-ാമത്തെ ആയത്ത് നിനക്ക് ഓതാൻ അറിയുമെങ്കിൽ എടുത്തു വെച്ചിട്ട് ഓതി നോക്ക്. ഞാനല്ല പറഞ്ഞത്, നിന്നെ പടച്ച അല്ലാഹ്, എന്നെ പടച്ച അല്ലാഹ്, ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹ്, ആ അല്ലാഹയാണ് പറയുന്നത്. വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ. ഖുർആൻ ഓതാൻ അറിയുമെങ്കിൽ, അർത്ഥം വെക്കാൻ അറിയുമെങ്കിൽ വീട്ടിൽ പോയിട്ട് തുറന്നു നോക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.